എടാ, ഇപ്പൊ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു പടി കൂടി അയാളെ മുകളിലേക്ക് കയറ്റാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ദിവസേനയുള്ള എല്ലാ കാര്യങ്ങളിലും നന്ദിനി ഇടപെടുന്ന രീതിയിൽ. അത് നിന്നെ കൊണ്ട് സാധിക്കില്ല സൂര്യ. വൈ? എടാ, ഞാൻ വേണമെന്ന് തീരുമാനിച്ചാ അത് നടന്നിരിക്കും. പക്ഷെ നടക്കരുതെന്ന് പത്മ മേഡം തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും. നീ എന്താടാ പതിവില്ലാതെ അമ്മയെ പുകഴ്ത്തി എന്നെ പേടിപ്പിക്കുക? എടാ, ഞാനൊരു സത്യം പറഞ്ഞു എന്നേ ഉള്ളൂ. കമ്പനിയുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടണമെങ്കിൽ പറഞ്ഞു നോക്ക്. ആ നിമിഷം നന്ദിനിയുടെ അവകാശം എന്താണെന്ന് ചോദിക്കും. സത്യത്തില് അങ്ങനെ ഒരു അവകാശം നന്ദിനിക്കുണ്ടോ? എടാ, അവളെന്റെ ഭാര്യയല്ലേ? അതാ ആർക്കറിയാം. ഏതോ ഒരു മണ്ഡപത്തിൽ വെച്ച് വിവാഹത്തിന് തയ്യാറായി നിന്നൊരു പെണ്ണിനെ ഒഴിവാക്കി നന്ദിനിയുടെ കഴുത്തി നീ താലി കെട്ടി. അത്രയല്ലേ ഉള്ളൂ. ആ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ആ വിവാഹത്തിന് നിയമപ്രാബല്യമുണ്ടോ? പത്മാമയുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇതൊക്കെ ആയിരിക്കും. അതിന് നീ എന്തുത്തരം കൊടുക്കും? എടാ, വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഒരിക്കൽ തീരുമാനിച്ചതല്ലേ? അതിനുവേണ്ടി തയ്യാറെടുത്ത് രജിസ്റ്റർ ഓഫീസ് വരെ പോയതുമല്ലേ? പോയതല്ലേ ഉള്ളൂ, നടന്നൊന്നുമില്ലല്ലോ. കമ്പനി നിയമപ്രകാരം ചോദ്യം ചെയ്ത ഒരു കാരണവശാലും നിയമപ്രകാരം സൂര്യയുടെ ഭാര്യയല്ലാത്ത ഒരാൾക്ക് അങ്ങനെ കമ്പനിയിലേക്ക് കയറാനൊന്നും പറ്റില്ല. നീ പറഞ്ഞത് കറക്റ്റാ. അമ്മ അങ്ങനെ ചെയ്യാൻ മടിക്കില്ല. അതിനെന്താണ് ഒരു വഴി?